അനുസാറേ, സർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തന്നാൽ ക്ലീറ്റസിന് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം. മോലാളി പറയുന്നത് ഈ കനകന്റെ ചെക്ക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. ബുദ്ധിമുട്ടാകാൻ പറ്റുമോ? അതങ്ങ് മേടിച്ചതാ. ക്ലീറ്റസിന് മാത്രമല്ല, അനുസാറിനെയും ഞാൻ കാണേണ്ട പോലെ കാണും. എനിക്കിപ്പം തൽക്കാലം പൈസ ഒന്നും ആവശ്യമില്ല മോലാളി. അതല്ല, അതൊക്കെ വേണമല്ലോ. ഒക്കെ ഒരു സന്തോഷമല്ലേ. അനുസാർ ഒരു കാര്യം ചെയ്യും, ക്ലീറ്റസിന്റെ ആ പണയിടപാടുകൾക്ക് കനകന്റെ ഒരു ചെക്ക് എനിക്ക് മേടിച്ചതാ. അല്ല മോലാളി, ഇതിപ്പം ഈ കനകന്റെ ചെക്ക് നമ്മൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുന്നു വെച്ചോ. ശരി, ഈ ചെക്കിൽ ഇത് ആര് ഒപ്പിടും? അത് ക്ലീറ്റസ് വിചാരിച്ചാൽ ഇതല്ല ഇതിനേക്കാൾ അപ്പുറമുള്ള തരികള ചെയ്യും. അതുകൊണ്ട് കനകന്റെ ചെക്ക് മേടിച്ചതാ. ക്ലീറ്റസ് ഒക്കെ ഒപ്പിട്ടോളൂ. അല്ല, അതിപ്പം ഞാൻ എന്തായാലും ക്ലീറ്റസോട് സംസാരിക്കാം. എന്തായാലും മോലാളി സമ്മതിക്കണം, അപാര ബുദ്ധി തന്നെ. ക്ലീറ്റസിന് കൊടുത്ത പണം പിടിക്കാൻ കനകന്റെ ചെക്ക്. നമ്മുടെ പണം വാങ്ങണ്ടേ അൻസാറേ? അത് വേണം. മുതലും പലിശയായിട്ട് എത്രയായിരം രൂപയാ പലതവണയായിട്ട് തരാനുള്ളത്. ഇനി അത് അന്വേഷിച്ച് ക്ലീറ്റസിന്റെ വീട്ടിൽ ചെന്നാലത്തെ സ്ഥിതി ഗുണ്ടായുസത്തിന് കേസുണ്ട്. അറിയാമല്ലോ. അതറിയാം. അതുകൊണ്ട് കനകന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് മേടിച്ച് അനുസാറില്ല. അപ്പം മോലാളി ഈ പറയുന്ന വാക്കാണെന്നുള്ളത് അനുസാറിന് അറിയാമല്ലോ. അതെനിക്കറിയാം. ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ. അത് ഞാൻ ഏറ്റു മോലാളി. എന്തായാലും കനകന്റെ ചെക്ക് സംഘടിപ്പിച്ചു. അനുസാർ വിചാരിച്ചാൽ പറ്റും. അത് റെഡിയാക്കാൻ പോലെ ഞാൻ കാണേണ്ട പോലെ കണ്ടോളാം. അത് കുഴപ്പമില്ല, കാര്യം നടക്കട്ടെ. ശരി മോലാളി. ശരി. ഹലോ, പറയാൻ സാറേ. എന്താടാ ഉറക്കെ പറ, കേട്ടൂടാ. എന്തോ? എടാ, നീ റേഞ്ച് ഉള്ളിടത്ത് വാ. ഹലോ, ഹലോ, എടാ എനിക്കൊന്ന് കേട്ടൂടാ. നീ ഒന്ന് റേഞ്ച് ഉള്ളിടത്ത് വാ. ഹലോ ഹലോ, ഒന്നീ അവൻ്റെ പൊട്ട ഫോണ് മാറ്റണം, അല്ലെങ്കിൽ റേഞ്ച് ഉള്ളിടത്ത് ഒന്ന് വിളിക്കണം. ഇത് എന്താ രാവിലെ അൻസാറുമായിട്ട് പരിപാടി? കുറെ നേരം അല്ലേ വിളിക്കണേ ഹലോ ഹലോ എന്ന്? ചെറിയൊരു ബിസിനസ് പരിപാടി. ബിസിനസ് തുടങ്ങാണ്? എന്താ നിനക്കൊരു പുച്ഛം പോലെ? അയ്യോ, പുച്ഛമൊന്നുമില്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യുവേ, അതുകൊണ്ടാ. ഇതുവരെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ക്ലീറ്റോ? മുള്ളംപന്നി ബലൂൺ കച്ചവടം നടത്തിയ പോലെ ഉണ്ടാവും നിങ്ങൾ. അത് ശരിയാ, മുള്ളംപന്നി എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാ, നശിപ്പിച്ചോളും. നിങ്ങൾ രാവിലെ എന്നോട് തല്ലുപിടിക്കാൻ വരാതെ ആശുപത്രി പോകാൻ നോക്കിക്കേ. ഇന്നലെ മുതൽ ഞാൻ പറയണതാണ് ആശുപത്രി പോകുന്ന. മുഖമൊക്കെ ഇരിക്കണുണ്ടോ? ആദ്യം പോയി ആ മുടി ഒന്ന് വെട്ടിക്കള, ചപ്രത്തല. ഞാനേ ഈ കഴുത്ത് വെച്ചങ്ങ് വെട്ടി നിനക്ക് ഇവിടെ കൊണ്ടു വെച്ചാൽ സമാധാനാവോ? എന്തെങ്കിലും പറയുമ്പോ ഇത് പറഞ്ഞാൽ ആശുപത്രി പോന്ന് പറഞ്ഞാൽ മതി. നിന്റെ അപ്പ ഹവീൽദാർ ഇട്ട് വെച്ചാൽ ആശുപത്രിയിൽ ആങ്ങളല്ലേ ഡോക്ടറായിട്ട് അവിടെ ഇരിക്കണത്, ചെന്നങ്ങ് വെറുതെ കയറാൻ. എന്റെ ആങ്ങളായിരുന്നെങ്കിൽ വിഷം കുത്തിവെച്ച് നിങ്ങളെ പണ്ടേ വന്നു. കുത്തി വെക്കണുണ്ട്, കുറച്ചായിട്ടാണെന്നുള്ളതേ ഉള്ളൂ. ഞാൻ തൊട്ട് കയറിക്കോ. കണ്ടോ എന്ത് കച്ചവടം ചെയ്യാൻ പോണേ? ദുരന്തം ഏത് വഴിക്ക് വരുമെന്നറിയാനാ. വരണമെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാടി. എന്താ ചെയ്യാൻ പോണെന്ന് പറയേ, എന്നിട്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെ തോന്നിയാസം നടക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞങ്ങൾ ബിസിനസ് പാർട്ണർ ഇതിൽ കൂടുതൽ ആളെ കൂട്ടാൻ ഉദ്ദേശിക്കണില്ല. ഞങ്ങൾ തൽക്കാലം 2 പേർക്കുള്ളതേ ഉള്ളൂ. ഇത് എന്താന്ന്? ഒരു ഗൾഫുകാരൻ്റെ വീടാ. അവൻ ഗൾഫിൽ പണിയൊക്കെ ഏതാണ്ട് പോയി നാട്ടിലേക്ക് വരണം. വീട് അത്യാവശ്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ചുളുവിൽ അത് അടിച്ചെടുക്കാം. ഒരു ടോക്കൺ കൊടുത്താൽ മതി, മറിച്ചടിക്കാം. ആളുണ്ട്. ഒരു സൈക്കിള് വിറ്റെടുക്കാൻ പറ്റണില്ല ആ മനുഷ്യനാണ്. ഇനി കോടികളുടെ പോയി എഴുന്നേറ്റ് പോകിട്ടോ. അതെ, രാവിലെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഒരു പണി ചെയ്തോണ്ടിരിക്കുകയല്ലേ? എന്തേ വിളിച്ചിട്ട് കട്ട് ചെയ്തത്? ഞാൻ വിളിക്കട്ടെ. എന്തേ നീ മിസ് കോൾ അടുപ്പിച്ച് വിളിക്കണേ? നിങ്ങക്ക് അങ്ങോട്ട് വിളിക്കാൻ പാടില്ല. അങ്ങോട്ട് വിളിക്കാൻ എൻ്റെ തോനെ പൈസ കിടക്കല്ലേ വിളിക്കാൻ. ഞാൻ വിളിക്കില്ല. മൊബൈൽ ചാർജ് ചെയ്യാൻ പൈസ ഇല്ല, കഷ്ടമാണ്. അതെ, ഞങ്ങൾ എന്തേലും ചെയ്തങ്ങ് ജീവിച്ചോളാം. ഉപദ്രവിക്കാൻ വരാതിരിക്കാവോ? എഴുന്നേറ്റ് ആശുപത്രി പോകാൻ നോക്ക് ക്ലീറ്റോ. 50 രൂപ ഉള്ളത് ഞാൻ തരാം. ഞാൻ ആശുപത്രി പോകുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ചുമക്കുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അവിടെ ഇരുന്ന് ചുമച്ച്. അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ചുക്ക് കാപ്പി ഇട്ട് തരാം. അതിനൊന്നും നോക്കോ വയ്യ. എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ നോണ പറയണ? ഞാൻ ഇട്ട് തന്നില്ലേ ക്ലീറ്റോ? അതിലൊരു ചുക്കും ഇല്ലായിരുന്നു. ചുക്കണില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ?
കാപ്പി ഞാൻ ഇട്ട് വന്നതാ. കാലുമുട്ടാണെങ്കിൽ അത് വേദന. അതെ, നീ നേരത്തെ പറഞ്ഞ 50 രൂപ ചെന്നേ. ആശുപത്രി പോകാനല്ലേ? മൊബൈൽ ചാർജ് ചെയ്തു. ആ, പള്ളി പോയി പറഞ്ഞാൽ മതി, തരില്ല. ആശുപത്രി പോകാനാണെങ്കിൽ 50 രൂപ തരും. മൊബൈൽ ചാർജ് ചെയ്യണ്ട, അത് ബിസിനസ് പാർട്ട്നേഴ്സ് തന്നെ ഞാനേ ഡീൽ ചെയ്താൽ ആദ്യം പള്ളിയിൽ ചെന്ന് പറയാം, അപ്പോഴത്തേക്കും നിനക്ക് തരാൻ തോന്നണമെങ്കിലാ. ഇല്ല തോന്നൂല. കർത്താവേ, അത് നേരത്താണോ ഈ വീട്ടിലോട്ട് എഴുന്നള്ളാൻ തോന്നിയത്? പാവം. കാപ്പി വേണോ? നിന്റെ തന്റെ ആവിൽക്കാരനോട് കൊടുക്കും. ഞാനും കൂടി വരാൻ ക്ലീറ്റ് ആശുപത്രിയിൽ, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, നിന്റെ കൂടെ അതിൽ നിന്നും ഭേദം ഞാൻ ഈ ചുമക്കണതാ നല്ലത്. ഈ സംഭവം സുരേന്ദ്രൻ മുതലാളി തരുമെന്ന് എനിക്കറിയാം. ആളിച്ചിരി ദേശീയക്കാരനാണെങ്കിലും ഒന്ന് പൊക്കി വെച്ചു കൊടുത്താൽ ഇനി എത്ര ലക്ഷം വേണമെങ്കിലും തരും. അതെ, പിന്നെ അപ്പൊ ഇനി എപ്പോഴാണ് ബാക്കി ഇടപാടൊക്കെ? അളിയാ, അതിനകത്ത് വേറൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത്? അതെ, അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ചെക്ക് കൊടുത്താലേ അയാൾ പൈസ എടുത്തോളൂ. അതിനിപ്പോൾ എന്തോ ഒരു മാർഗം? ഇപ്പോൾ കുഴയുമല്ലോ. എന്ത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിനക്ക് സർക്കാർ ജോലി ഇല്ല, എനിക്ക് സർക്കാർ ജോലി ഇല്ല, പിന്നെ എന്ത് ചെയ്യും? എടേ, നിന്റെ 2 അളിയന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ? ആ വഴിക്ക് ഒരു ചെക്ക് മേടിക്കണം. ആ, 2 അളിഞ്ഞ അളിയന്മാരുള്ളതുകൊണ്ട് പിന്നെ ഇപ്പം ചെന്ന് പറഞ്ഞാൽ മതി, എല്ലാം നടക്കും. ഈ ചുമ്മാ മനസ്സിലായത് ഇതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ ചെയ്യണ കച്ചവടത്തിൽ നമുക്ക് 2 പേർക്കും ആണല്ലോ ലാഭം, വേറെ ആരും ഇല്ലല്ലോ. ഇല്ല. അപ്പം നിനക്കും വേണമെങ്കിൽ ഒന്ന് വിചാരിക്കാമല്ലോ ഒരു ചെക്ക് ഒപ്പിക്കാൻ. നീ ഒന്ന് പോടെ ചുമ്മാതെ. ഞാൻ വിചാരിച്ച എനിക്ക് ആരാടെ ചെക്ക് തരുന്നത്? എല്ലാം വരുമ്പോൾ എൻ്റെ മണ്ടയ്ക്ക് അങ്ങ് വെച്ചോണം. ഇതിപ്പോൾ എന്താ ചെയ്യും? എടേ, ഒരു മാർഗ്ഗമേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ നോക്കിയിട്ട് ഈ ഡീല് കഴിഞ്ഞ് നമ്മുടെ ഈ ലക്ഷക്കണക്കിന് രൂപ വരുന്നതാണ്. ഇതൊരു ചാൻസ് ആണോ, നമ്മൾ ഒരു കാരണവശാലും കളയരുത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം കനകനോട് ചെന്ന് ചോദിച്ചാൽ അവൻ തരുമോ? എടെ, കനകൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് ചെക്ക് തരത്തില്ല. അതേ നൈസ് ക്വാളിറ്റിയിൽ കനകൻ്റെ ഒരു ചെക്കിങ് അടിച്ചു മാറ്റ്. നീ എന്നെ ഗോതമ്പുള്ള തീറ്റിക്കോ? എന്തോത്തിന്? അതൊക്കെ ഭയങ്കര കുഴപ്പമാണ്. എൻ്റെ അളിയാ, ഒരു പ്രശ്നവുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീല് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സുരേന്ദ്രൻ മുതലാളിയെ സെറ്റിൽ ചെയ്യുന്നു, നമ്മൾ ചെക്കിങ് തിരിച്ചു മേടിക്കും. പിന്നെ എന്തുകൊണ്ട് പേടിക്കാൻ? എന്നാലും ചെക്ക് എടുക്കാം, പക്ഷെ പിന്നെ കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? അവൻ്റെ ഒപ്പിടണ്ടേ ചെക്കിൽ? എന്തുകൂടെ അണ്ണാൻകുഞ്ഞിനെ മരങ്കേറ്റം പഠിപ്പിക്കണോ? അണ്ണാൻകുഞ്ഞിനെ മരങ്കേറ്റം പഠിപ്പിക്കണോ? മനസ്സിലായില്ല. എടേ, റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് വരെ സ്വന്തമായിട്ട് ഇടാൻ കഴിവുള്ള ക്ലീറ്റസിനെ പഠിപ്പിക്കണം ഞാനിത്, കനകാൻ്റെ ഒപ്പിടാൻ. ഇല്ല, അപ്പൊ പിന്നെ ആ വഴിക്ക് തന്നെ നീങ്ങല്ലേ? അളിയാ, അതേ നടക്കൂ. നീ ആ വഴിക്ക് ചിന്തിക്കും. ശരി, അങ്ങനെ ആവട്ടെ. ആ അമ്മാവാ, ഏട്ടനെ എടുക്കണില്ലേ? അത് പിന്നെ അമ്മയും കൊണ്ട് ആശുപത്രി പോയത്, അതായിരിക്കും എടുക്കാത്തെ. ആ ആ ശരി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. തവളയുടെ നടുക്ക് എന്തുവാ? തക്കളി, നീ ചേച്ചി പോയേ. അറിഞ്ഞൂടെ തോറ്റല്ലേ. ഈ തലവേദന എടുത്തിട്ട് വയ്യ മോളെ, നീ കളിക്കല്ലേ. എന്തോ ആവിയം കുടിക്കാം. എന്തിനാ? മോനെ പുതപ്പെടുത്തേടി. എടി, അതൊന്നും വേണ്ട. ഇങ്ങനത്തെ പിന്നെ വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അല്ലേ? അയ്യോ, വേണ്ട തങ്കം. ക്ലീറ്റോന് എന്താന്ന് ആവി പിടിച്ചാല്? ഇത് എന്താ ഇട്ടേക്കണ ഇതില്? അതിനകത്ത് തുളസിയും വിക്സും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. മാറുന്നു. നല്ല മണം. അത് എവിടെ? നീ പോയി കുളിക്ക് പോ. ഡാഡി, നല്ലോണം മൂക്കിൽ കൊള്ളണം, കപൊക്കെ കൂടെ ഇളകി പോനാ. അങ്ങോട്ട് വെച്ചേ മുഖം. ഇനി ചൂടെടുക്കണെന്ന് പറഞ്ഞു കളിക്കല്ലേ, പൊള്ളും. പൊള്ളു. മുഖം അങ്ങോട്ട് വെക്കാൻ. ഞാൻ വെച്ചോളാം. ഇല്ല, വെക്കൂല നിങ്ങൾ. എടി, ഞാൻ വെക്കാന്ന്. നിങ്ങൾക്ക് എന്താ ഇത്ര പേടി? അത് എരിയുന്നത് അങ്ങോട്ട് വെക്ക്. ഈ തങ്കം. എടി, കൊല്ലാനല്ലേ, ആവി പിടിക്കാനല്ലേ. വെക്കണോട്ടാ. ഞാൻ പിടിച്ചോളാം. ഓ, നീ പോയിക്കേ, കുളിപ്പിക്കാം. അയ്യോ, ഇപ്പൊ കുളിക്കണോ? വേണം, അമ്മയ്ക്കും കുളിക്കണം. അമ്മ വിളിച്ചേക്കാം. പിടിക്കണ്ട.
എടെ കനകൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് ചെക്ക് തരത്തില്ല. അതേ നൈസ് ക്വാളിറ്റിയിൽ കനകൻ്റെ ഒരു ചെക്കിങ് അടിച്ചു മാറ്റ്. കുഞ്ഞമ്മയെ മനഃപൂർവ്വം വിളിക്കാത്തല്ലോ. ആ തിരക്കായതുകൊണ്ടല്ലേ. ജമന്തിയേ എന്താ അവിടെ ചെയ്യണ്? എന്താ ചേച്ചിക്ക് പറ്റി? ചേച്ചിക്ക് എന്താ പറ്റി? അമ്മയ്ക്ക് എന്ത് പറ്റാൻ? ഏ? ആ ആശുപത്രി പോയതോ? ആ പതിവ് മുട്ടുവേന, വേറെന്താ? എന്നിട്ട് അപ്പൊ കനയിൽ ലീവ് എടുത്തോ? ലീവ് ഒന്നും എടുത്തില്ല. ആശുപത്രി പോയി വന്നിട്ട് ഇതേ പോവും. വന്നില്ലേ സാരഥി? എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ. ഇപ്പൊ വരും. അപ്പൊ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാനിങ്ങോട്ട് വന്നോഴി അമ്മാവനെ കണ്ടോണ്ട് കയറ്റി കൊണ്ടുവന്നാണ്. അവിടെ ഇനി ഹോസ്പിറ്റലിലെ തിരക്കാണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് ജോലിക്ക് പോകാൻ സമയണ്ട. ഈ തങ്കത്തിന് കൂടെ പോയാൽ മതിയായിരുന്നില്ലേ? അതെങ്ങനെ ക്ലീറ്റോ ചേട്ടന് പനിയല്ലേ? എന്ത് ക്ലീറ്റോ ചേട്ടന് പനി. എന്താണ് അവൻ വെറുതെ ഓരോന്ന് അഭിനയിച്ച് കിടക്കുക അവളെ പറ്റിച്ചിട്ട് ഓരോന്ന്. അല്ലമ്മാവാ, നാത്തൂന് അവിടെ തുളസിയിലൊക്കെ ഇട്ട് പിന്നെ വെള്ളം തിളപ്പിക്കല, ആവി പിടിക്കല, ഭയങ്കര പരിപാടിയാ. ഇവനെ ആ തുളസിക്ക് പനി പിടിക്കാൻ മതിയായിരുന്നു. പോമാ ചായ പിടിക്കാമാ. ഇനി അവൻ ഇത്ര ഈ കള്ളത്തരം മുഴുവൻ ചെയ്യുന്ന കേട്ടിട്ട് ഈ പെണ്ണ് അവന്റെ താളത്തിലൊത്ത് തുള്ളേണ്ട വല്ല ആവശ്യമുണ്ടാ? വെറുതെ കള്ളത്തരം കാണിച്ചു കിടക്കണേ. പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊടുന്നു കൊടുക്കുമല്ലോ. ഇപ്പൊ എത്ര കാലായിട്ട് പറയണത് ഇതൊക്കെ തന്നെ. ഞാനും തങ്കത്തിന് കൂടി ഒന്ന് കാണാനായിട്ടാ വന്നേ. ഞാൻ അവൻ പാലേ പോയാലെങ്കിലും നന്നാവുന്ന കരുതി. അവിടെയും ചെന്നിട്ട് 10 വയസ്സ് ഗുണമുണ്ടാവേണ്ട കുറച്ച് ദിവസം അവരുടെ തെറിയും കേട്ട് നിന്നിട്ട് ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽ വന്നേ. നേരാവില്ലെന്നവൻ. എനിക്കൊന്നും കേൾക്കണ്ട അവന്റെ കാര്യം. ക്ലീറ്റസിനെ നന്നാക്കാൻ നടക്കണം. എടാ അതല്ലടാ, ഇവിടെ ഇപ്പൊ ഇവിടായിട്ട് 1-2 പറഞ്ഞ് തെറ്റിയിട്ട് ഒരു ദിവസം ബാഗൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വന്ന് ഞാൻ വയ്യാണ്ട കിടക്കുകയാണല്ലോ. എന്നാൽ 2 ദിവസം എനിക്കൊരാളായിക്കോട്ടെ വെച്ചിട്ട് നിർത്തിയപ്പോ ഇവൻ അവിടുന്ന് തൊട്ടടുത്തൊരു ബ്രോക്കറെയൊക്കെ കണ്ടിട്ട് ഈ സ്ഥലത്തിനും വീടിനൊക്കെ എന്ത് വിലയാവും, നമുക്ക് അടുത്തന്നെ ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേക്കണേ. എന്തിനാ? 2 ദിവസം കൊണ്ട് ഞാനങ്ങനെ തട്ടിപ്പോയാൽ അത് ചുളിവിൽ വിൽക്കാലോ. ഇപ്പൊ ബ്രോക്കർമാരെ തട്ടി തറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാന്ന്. ശരി. അതെ കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞ. അല്ല ഞാൻ പറയാ അവനെ ചായ കുടിക്കാം. ഒരു ഉപകാരമില്ലാത്ത കാര്യം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്തിനാ? എന്നാ ചായ എടുക്ക്. ബാ ചായ ഇരട്ടെ. പാടാ പിന്നെ തരണ്ടേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീ എന്നെയും കൂട്ടിട്ട് നേരെ ആസ്പത്രിയിലേക്ക് വാ. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്നിട്ട് നീ വേണേ കനേനും കൊണ്ട് ഓഫീസിലേക്ക് പോകോ. എന്നാ ഞാൻ ഈ ഫാമിലിയുടെ ഡ്രൈവറാ. അല്ല അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് KCB-ലേക്ക് പോവാ. അമ്മാവൻ ഇനി പെങ്ങളെ കാണണമെങ്കിൽ ഓട്ടോ വിളിച്ച് പോ. ഇങ്ങനെ ഒരു പിസ്കൻ ഇവിടുന്ന് ആസ്പത്രി പോണേ വല്ല എണ്ണ വേണം കഴിച്ചാൽ ഞാൻ മേടിച്ചു തരാൻ വേണം. കാല് കാണുന്നു. കാലൊക്കെ കണ്ടു. അക്രമം കാണിച്ചാലോ?
പോലീസിനെ വിളിച്ചാലോ? പോലീസിനെ വിളിക്കേണ്ടത് കനകനെ വിളിക്കടാ. നീ അങ്ങനെ എടുത്ത് ചാടിയിട്ടൊന്നും ചെല്ല്. തുറക്കാം. ക്ലീറ്റസിനെ വിളിച്ചാലോ? അവിടെ ഇല്ലേ? ക്ലീറ്റസ് ഒന്ന് വിളിച്ചോ. തള്ളി പിടിക്കരുത്. അങ്ങോട്ട് വന്നേക്ക്. അമ്മാവാ ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. തുറക്കടാ. തള്ളിപ്പിടി. ഇങ്ങോട്ട് മാറി, ഞാൻ തള്ള. ഇങ്ങോട്ട് മാറി. അമ്മാവൻ തുറക്ക്. അമ്മാവൻ വല്ല ഉപദ്രവിക്കും. ഇങ്ങോട്ട് മാറി. അയ്യേ, സ്വന്തം വീട്ടിലെ നീയാ? എടാ നീ എങ്ങനെയാ നിന്റെ അകത്ത് വന്ന്? ഞാൻ അവിടെ ഇരുന്നില്ലേ ആവി പിടിച്ചേ. ആവി പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ഇരുത്തിയ മനുഷ്യനത്. ആ പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ക്ലീറ്റോ ചേട്ടാ എപ്പോഴും ഇങ്ങോട്ട് വന്നേന്ന്. ഇപ്പൊ ഇവിടെ വന്നു. ഇവിടെ തന്നെയല്ലേ? ഞാൻ വന്നതല്ല, ക്ലീറ്റോ ചേട്ടൻ എങ്ങോട്ട് വന്നേ? അതെ, പനി കൂടി എന്റെ പിച്ചും പേയും പനി വിട്ട് കുഴപ്പമുണ്ടാ? പനി 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 എന്നാ ഡോക്ടർ എടുത്തോണ്ട് നമുക്ക്. പനി 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 എന്താന്നേ? പനി പോയി. അല്ല അമ്മാവ, പോയി. ഇതെങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്ക് മനസ്സിലാവേ. മറ്റേ ഈ പനി തലക്കടിച്ചു കഴിഞ്ഞാലേ ചിലപ്പോ അങ്ങനെ പറ്റും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി സാരി മാറ്റിട്ട് വരാം. ആശുപത്രി പോകാം. ആശുപത്രി തള്ളിപ്പിടിച്ചത് ആര്? അത് നല്ല ബലം ഉണ്ടായല്ലോ. അല്ലേ അത് കഥ പൂട്ടി നിങ്ങളല്ലേ പൂട്ടിയേ അല്ലേ? അതെ, ഞാൻ പൂട്ടിയില്ല, ഇത് അകത്ത് പോയി ഡ്രസ് മാറി നമുക്ക് ഡോക്ടർ അടുത്ത് പോവാ. ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. എന്നെ ദേ അമ്മാവൻ മിണ്ടായിരിക്കും. കനകരെന്ന് വിളിച്ചാൽ അവിടെ നിന്നോട്ടെ. ഒരു ആശ്വാസമുണ്ട്. വെള്ളം വല്ല വേണോ? ഒന്നും വേണ്ട. അല്ല വന്ന് ഇതാവട്ടെ, നമുക്ക് കനകനെ വിളിച്ചിട്ട് എന്താ വിളിച്ച് ചെയ്യാം. അയ്യോ ഓ ഓ പനി 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 ആവി പിടിക്കണം. Alien versus Alien.